മെറ്റാവേഴ്സ് കേട്ടിട്ടുണ്ട്. മെറ്റാവേഴ്സ് വേറെ ലോകമാണ്. ആ ലോകത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ വൈകുന്നേരം മൊബൈൽ എടുത്ത് ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ട് വേറെ ലോകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഇനി 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഫോണൊന്നും ഉണ്ടാവില്ല, ലാപ്ടോപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഈ സാധനം എടുത്ത് വെക്കുന്നു, അവിടെയാണ് നമ്മുടെ ലോകം. ആ ലോകത്ത് നിന്ന് വിർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി പറഞ്ഞതാണ്. അവിടെ നമ്മുടെ ഫിസിക്കൽ വേൾഡും ഈ വിർച്വൽ വേൾഡും കമ്പൈൻഡ് ആണ്. എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ എങ്ങനെ? ലാപ്ടോപ്പ് ഉണ്ടാവില്ല. ഞാൻ ഈ സാധനം എടുത്ത് വെക്കുന്നു, വർക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ കാറിൽ കയറുന്നു, കാറിൽ ഡ്രൈവറില്ല, ഡ്രൈവർലെസ് കാർ. ഞാൻ പോയിരിക്കുന്നു, വണ്ടി വിടുന്നു, കാറിനോട് സംസാരിക്കുന്നു. കാറോട് ഈ പോലെ അങ്ങോട്ട് പോകും, അവിടെ നിർത്തി ഇങ്ങോട്ട് പോകും. കാറിനോട് സംസാരിക്കുന്നു, കാറ് പോകുന്നു. ഞാൻ എന്റെ പണി തുടങ്ങുക. ഞാൻ ഇരുന്നു, ലാപ്ടോപ്പ് ഇരുന്നു, സ്ക്രീൻ മുന്നിൽ വന്നു, വലിയ സ്ക്രീൻ. ഞാൻ പണിയെടുക്കുന്നു. ആ സമയത്താണ് അവർക്ക് കോൾ വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്യാം. വീട്ടിലെത്തി വൈഫ് അവിടെ ഉണ്ട്. വൈഫിനോട് സംസാരിക്കാൻ തിരിഞ്ഞു. വൈഫിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ റിയൽ വേൾഡായി. ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോയാലോ അതുകൊണ്ട് നമ്മളെ വിർച്വൽ വേൾഡായി. വിർച്വൽ വേൾഡ് എന്തൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് വിർച്വൽ വേൾഡിൽ റിയൽ എസ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ കൽപ്പറ്റ സ്ഥലത്ത് വന്നിട്ട് നമ്മള് വീട് വാങ്ങാറുണ്ട്. വിർച്വൽ വേൾഡ് വീടിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? വിർച്വൽ വേൾഡ് ഒരു വീട്, ഞാനും എന്റെ ഭാര്യയും കുട്ടികളൊക്കെ അവതാറുണ്ട്. എല്ലാവരും അവിടെ താമസിക്കുന്നത്. വിർച്വൽ വീട് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ വിരുന്ന് പോകുന്നു. വിർച്വൽ വീട്ടിൽ നമ്മൾ സിനിമ കാണാൻ പോകും. ഈ ഒരു ലോകമാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തമാശയായി തോന്നും. അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയുന്ന ആളുണ്ടാവും. 10 വർഷം മുമ്പ് ഈ പറയുന്ന ഇന്ന് ഈ നടക്കുന്ന സംഭവം നടക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ?